ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമുക്ക് നല്ല വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡിയാക്കിയാലോ. ലെറ്റ്സ് മൂവ് ടു അവർ വീഡിയോ. നമുക്ക് ആദ്യം മീനൊന്ന് പൊരിച്ചെടുക്കണം. മീൻ പൊരിച്ചെടുക്കാനായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇതെല്ലാം ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മുടെ മീനിൻ്റെ മേലെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കാം. മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീനിൽ നല്ലതുപോലെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മീനൊന്ന് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ല ചൂടെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് പാനൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് മീൻ നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മസാല റെഡിയാക്കണം. അതിന് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാട്ടിയ ഒരു വാഴലിൻ്റെ മേലെ മസാല ആദ്യം വെച്ച് കൊടുക്കാം. ഇനി മസാലയുടെ മേലെ നമ്മൾ പൊരിച്ചെടുത്ത മീൻ വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ മേലെ മസാല വെച്ച് കൊടുത്ത് മീൻ ഫുള്ളും മസാലയും കൊണ്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ വാഴയിലയിൽ മീനും മസാലയെല്ലാം വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയിലയൊന്ന് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ വാഴയില നല്ലതുപോലെ പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിലേക്ക് വാഴലിൻ്റെ പൊതി വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴലിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേഗം ഒന്ന് തുറന്ന് നോക്കാം. വാഴയില തുറക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ടായിരുന്നു. മീനിന്നും മസാലയിൽ നിന്നൊക്കെ നല്ല പോലെ എണ്ണയൊക്കെ കിഴിഞ്ഞ് നല്ല വാഴലിൻ്റെ മണവും ടേസ്റ്റൊക്കെ ആയി. നമ്മുടെ മീൻ പൊള്ളിച്ചത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.